പവർഡ് ബൈ സെൽകോൺ ആൻഡ് കേരള മാട്രിമണിയിൽ ഇനി അടുത്തതായി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. ഒരു ജന്മം മുഴുവൻ സംഗീതം ജീവിതവ്രതമാക്കിയ അമ്മയും മകനും പത്തനാപുരം പുന്നല സ്വദേശികളായ ദീപ നടരാജനും മകൻ ഹരികൃഷ്ണനും സംഗീതം ജീവശ്വാസമാണ്. 76കളിലെ ജില്ലാ കലോത്സവ വേദികളിൽ തിളങ്ങി നിന്ന ദീപ എന്ന ഗായിക തന്റെ മകനിലേക്കും സംഗീതമെന്ന ദൈവിക കല പകർന്നു നൽകി. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഹരികൃഷ്ണൻ ഇന്ന് പത്തനംതിട്ട സാരംഗ് എന്ന ഗാനമേള ട്രൂപ്പിലെ ഗായകനാണ്. സംഗീതത്തെ പ്രണയിക്കുന്ന ഈ അമ്മയ്ക്കും മകനും സ്വാഗതം കോമഡി ഉത്സവത്തിന്റെ സുവർണവേദിയിലേക്ക്. ഞാൻ സിവിലിന് പഠിക്കുകയാണ്. എവിടെ? ചെങ്ങമനാട് ITL. ചെങ്ങമനാട് ITL. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ബിസിനസ് ആണ്. എവിടെ അമ്മ? കുന്നിലയിൽ. ആ ശരി. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പാട്ട് പാടുന്നുണ്ട്. സ്റ്റേജിലൊക്കെ പാടുന്നുണ്ടോ അതോ? നേരത്തെ പിന്നെ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഒരുപാട് പ്രൈസിലൊക്കെ കിട്ടി, പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാ ഫോട്ടോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ വലുതായിട്ട് പാടുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പം ഗാനമേള ട്രൂപ്പിന്റെ കൂടെ ഒക്കെ 3 പ്രാവശ്യം പാടി. അത് ശരി. അപ്പൊ അമ്മയുടെ പാട്ട് കേട്ട് തുടങ്ങാം അല്ലേ ഏട്ടാ? അല്ലേ അമ്മയുടെ പാട്ട് തുടങ്ങാം. പടരുന്നു തകരുന്നു ഞോടി ഇണയ്ക്കകമെന്നും മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു. ജാനകിയമ്മ സിമിലാരിറ്റി അല്ലേ? വളരെ രസമായിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓൾറെഡി. ഹരി, അപ്പൊ അമ്മയുടെ അതേ ലെവലിൽ നിൽക്കണ്ടേ ഇനി പാട്ട് അല്ലേ? അതൊരു ഇച്ചിരി പാടുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ചുള്ള ഒരു പാട്ട് കേൾക്കാം ആദ്യം. ഓക്കെ, ഏതാണ് പാട്ട്? ദേവദൂതൻ. അതെ, കരളെ നിൻ കൈപിടിച്ചാൽ. കൈപിടിച്ചാൽ കടലോളം വെണ്ണീലേ
നിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യ തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി എന്നുവരും നീ തിരികെ എന്നുവരും നീ എന്നുവരും നീ തിരികെ എന്നുവരും നീ എന്റെ ജീവിതാഭിലാഷം പ്രണയലോലമാകുവാനായി വീണ്ടുമെന്നു നീ പോകണം ഇനി വരും വസന്തരാവിൽ നിന്റെ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും ചിരഗുണരാം പെൺപിറാവായി ഞാനിവിടെ കാത്തുനിൽക്കാം മഴവിൽ പൂമ്പൂഞ്ചിറകിൽ ഞാൻ അരികത്തായോടിയെത്താം ഇനി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതൻ സ്വരം അലീന 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 അസാധ്യ കോമ്പോ അല്ലേ രണ്ടുപേരും സെഞ്ചടാ 2019 ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം ഒരു അമ്മയും മോനും കൂടി ഒരുമിച്ച് നിന്ന് പാടുമ്പോൾ ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പാട്ട് എത്രത്തോളം നന്നായി എന്നുള്ളതല്ല, ഇതിലൊരു ഒരുപാട് മെസ്സേജസ് ഉണ്ട്. കാരണം എല്ലാം നിങ്ങളുടെ ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലാവും. നല്ല അച്ചടക്കമുള്ള പയ്യനത് അല്ലേ ഹരികൃഷ്ണൻ, യാതൊരു സംശയമില്ല. അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ശബ്ദം കിട്ടിയെന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുന്നത്. എന്നിട്ട് ഇത്രയും കാലം ഇത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ കുയിൽനാദം. ഒരു സ്ഥലത്തും പ്രസന്റ് ചെയ്തിട്ടില്ല ഇത്. ഇല്ല, ഗാനമേളക്ക് ഇപ്പൊ പോയി തുടങ്ങി. ഇപ്പൊ സ്കൂളും കോളേജൊക്കെ കഴിയുമ്പോൾ വേറെ കാര്യത്തിലേക്ക് അങ്ങോട്ട് മാറിപ്പോകും. പല കലാകാരന്മാർക്കും പറ്റുന്ന ഒരു പരിപാടിയാണ്. ഒന്നില്ലെങ്കിൽ അമേരിക്കയിലേക്ക് കെട്ടിച്ചുവിടും, അല്ലെങ്കിൽ ബോംബെയിലേക്ക്, പിന്നെ ഇതങ്ങ് വിടും. പക്ഷേ അതിനൊരു രണ്ടാമതൊരു ചാൻസ്, അതായത് ഒരു സെക്കൻഡ് കമ്മിങ്ങിനുള്ള ചാൻസാണ് കോമഡി ഉത്സവം. ഇത് ഒരിക്കലും ആരും മിസ്സാക്കരുതെന്നാണ് പറയുന്നത്. ലോകത്തുള്ള ആർക്കും ഏത് കഴിവുള്ളവർക്കും വരാൻ പറ്റുന്ന ഒരു ഫ്ലോറാണിത്. അപ്പൊ അതും നിങ്ങൾ മിസ്സാക്കാത്തതിന് ആദ്യം ഞാൻ കൺഗ്രാറ്റ്സ് തരികയാണ്. എന്തായാലും നല്ല പ്രൊഫഷണൽ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കും രണ്ടുപേർക്കും. ഒരുപാട് കഥകൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഒരുപാട് ബന്ധങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. കാരണം ഇന്നത്തെ കുട്ടികൾ പലരും പല കാര്യങ്ങളിൽ ഈ IT, ഈ കമ്പ്യൂട്ടർ ഇതിൻ്റെയൊക്കെ ഇതിലിട്ട് വഴിതെറ്റി പോകുന്നതെന്നല്ല പറയുന്നത്, അതിൻ്റെ നെഗറ്റീവ്സിലേക്ക് പോകുന്നവരുണ്ട്, ഡ്രഗ്സ് ആയിട്ടും. പക്ഷെ അതിനൊക്കെ നിങ്ങൾ ഒരു മാതൃകയായി തീരാൻ സാധിക്കും. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് മെസ്സേജസ്, വെറുതെ പാട്ടുപാടി പോവുക മാത്രമല്ല, ഒരുപാട് പുതിയ തലമുറയ്ക്ക് ഒരുപാട് മെസ്സേജസും കൊടുക്കാൻ സാധിക്കും ഈ അമ്മയും മകനും. എന്നും പാടുന്ന പോലെ ശരിയായില്ല, പനി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഇത് വരുമ്പോൾ ആ സമയത്ത് നല്ല കഫക്കെട്ടും പനിയും ഒക്കെ ആയിരുന്നു. അത് എപ്പോഴും അങ്ങനെയാണ്. നല്ല ഒരു ദിവസം വരുമ്പോഴായിരിക്കും നമ്മൾ അത് കൂടുതൽ ടെൻഷൻസും കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പ്രിക്കോഷനൊക്കെ എടുത്താലും നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് പാടി എന്നുള്ളത് തന്നെയാണ്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് പാടാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. കാരണം ലൈഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടാൻ പറ്റുക എന്നുള്ളതാണ്. അതും നമ്മൾ നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത ഒരു വലിയ സ്റ്റേജിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്നു രണ്ടുപേരെയും. നമ്മൾ ഇവരുടെ ഈ കുടുംബത്തിലെ ഒരു സ്നേഹ സമ്മാനമാണ് നമ്മൾ 2019 കോമഡി ഉത്സവത്തിന്റെ പ്രേക്ഷകർക്ക് നിങ്ങൾ ആദ്യം തന്നെ കൊടുത്തത്. അത്രയ്ക്ക് ഗംഭീരമായ പാട്ടായിരുന്നു. അച്ഛനുണ്ടോ? അച്ഛൻ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് അച്ഛനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? ഇതിനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല സന്തോഷമുള്ള അച്ഛൻ ഈ അച്ഛനാന്ന് തോന്നുന്നത്. കാരണം എന്തെങ്കിലും സങ്കടമൊക്കെ വന്നാൽ ഒന്നുകിൽ മകൻ പാടും, ഇല്ലേ അമ്മ പാടും. ഇവര് 3 പേരും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം മറന്നു പോകുന്ന ഒരു വലിയൊരു കുടുംബമാണ്.
എന്തായാലും നിങ്ങളിവിടെ വരാൻ കാണിച്ചൊരു മനസ്സിനും പിന്നെ എനിക്കെടുത്ത് പറയുന്നത് മകനേക്കാൾ ഒരു പോയിന്റ് കൂടെ കൂടുതലാണ് അമ്മ അല്ലേ? കാര്യം പാട്ടിൽ ആ മൈനാകം എന്നുള്ള പാട്ടിൻ്റെ സെലക്ഷനും രണ്ടാമത്തെ പാട്ടിൻ്റെ സെലക്ഷനും 2 സെലക്ഷൻ ഗംഭീരമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് രണ്ടുപേർക്കും വേദികൾ കിട്ടട്ടെ. അന്ന് സ്കൂൾ ജനോത്സവം ആണെങ്കിൽ പോലും ഇന്ന് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ വന്ന് ഇനി കോമഡി ഉത്സവം ഫെയിമായി രണ്ടുപേരും മാറട്ടെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഏതായാലും ഈ കുടുംബത്തിനൊരു ഉഗ്രം കൈഡി കൊടുത്തേ.